41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കി ശബരിമല സന്നിധാനത്ത് മണ്ഡലപൂജ ചടങ്ങുകൾ നടന്നു. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മണ്ഡലപൂജാ ദിനത്തിൽ തിരക്കിന് നേരിയ കുറവുണ്ടായിരുന്നു. പരിമിതികൾക്കിടയിലും മികച്ച നിലയിൽ തീർത്ഥാടകക്കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതായി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ഒരു മണ്ഡലകാലത്തിനു കൂടിയാണ് പരിസമാപ്തി കുറിക്കുന്നത്. വിവിധ അഭിഷേകങ്ങൾ പൂർത്തിയാക്കി 10:30 തന്നെ മണ്ഡലപൂജാ ചടങ്ങുകൾ തുടങ്ങി. തന്ത്രി മകേഷ് മോഹനരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ട തീർത്ഥാടക തിരക്ക് മണ്ഡലദിനത്തിൽ ഉണ്ടായില്ല. പരിമിതികളിൽ നിന്ന് മികച്ച നിലയിൽ മണ്ഡലകാലം പൂർത്തിയാക്കുവാൻ കഴിഞ്ഞതായി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. ഇവിടെ മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ എല്ലാം പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള ഭക്തരുടെ ഒഴുക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒഴുക്കിനും നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഭക്തർക്ക് വരുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള ദർശനത്തിന് വേണ്ടിയുള്ള സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിച്ചു വരുന്നത്. കുറേ കൂടി ഇനി അടുത്ത സീസൺ എന്ന് പറയുന്നത് കുറച്ചും കൂടി തിരക്ക് കൂടാൻ സാധ്യതയുണ്ട്. ഈ 30-ാം തീയതി നട തുറക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഭക്തരെത്താൻ സാധ്യതയുണ്ട്. മണ്ഡലപൂജയ്ക്ക് ശേഷം തങ്കയങ്കി ചാർത്തിയായിരുന്നു ദർശനം. രാത്രിയിൽ നടയടച്ചു കഴിഞ്ഞാൽ പിന്നീട് മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ 30-ന് നട തുറക്കും. ദേവസ്വം ബോർഡ് മന്ത്രി കെ രാധാകൃഷ്ണൻ, പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ മണ്ഡലപൂജയുടെ ഭാഗമായി സന്നിധാനത്ത് എത്തിയിരുന്നു. മണ്ഡലപൂജയുടെ അവസാന ദിവസങ്ങളിൽ ഓരോ ദിവസവും 1,00,000-ന് മുകളിൽ തീർത്ഥാടകരാണ് വന്നുപോയത്. മണിക്കൂറുകൾ കാത്തുനിന്നാണെങ്കിലും അയ്യപ്പനെ കണ്ടു വണങ്ങാൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിലാണ് തീർത്ഥാടക ലക്ഷങ്ങൾ മലയിറങ്ങിയത്. ക്യാമറമാൻ ജയപ്രകാശിനൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, സന്നിധാനം.